നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള പഠനത്തിൽ വരുന്ന ചില ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചുകളുണ്ട്, സമീപനങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇവിടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്നാമത്തേത് നാച്ചുറൽ തിയറി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതായത് സ്വാഭാവിക അവകാശ സിദ്ധാന്തം എന്ന് പറയാം. എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് മനുഷ്യാവകാശം നാച്ചുറൽ ആണ്, എന്ന് വെച്ചാൽ ജന്മസിദ്ധമാണ്. നമുക്കത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ അയാളോടൊപ്പം ജനിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് ജനനത്തിലൂടെ തന്നെ ലഭിക്കുന്ന അവകാശങ്ങളാണ്, സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ജന്മസിദ്ധ അവകാശങ്ങളാണെന്ന് പറയുന്നു. ഇത് ഏതെങ്കിലും സർക്കാർ നൽകുന്നതോ ഏതെങ്കിലും ഏജൻസികൾ നൽകുന്നതോ ഒന്നുമല്ല. ജനിച്ചാൽ ജീവിക്കാനും അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള, ആരോഗ്യകരമായ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ഉണ്ട് എന്നതാണ് ഈ ഒരു അവകാശം. ഇത് മനുഷ്യനായതുകൊണ്ട് ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ചിന്തകൻ എന്ന് പറയുന്നത് ജോൺ ലോക്ക്, റൂസോ, അതുപോലെ തോമസ് ഹോബ്സ്. ഈ പ്രധാനപ്പെട്ട 3 ചിന്തകരാണ് ഈ ഒരു നാച്ചുറൽ തിയറി അല്ലെങ്കിൽ ജന്മസിദ്ധ അവകാശത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ആശയം ജീവനും സ്വാതന്ത്ര്യവും സ്വത്തും ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യാവകാശങ്ങളാണ്. ഇത് സർക്കാർ ഇവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ എന്നൊരു ഏജൻസി, ഗവൺമെന്റ് എന്നുള്ള ഒരു ഏജൻസി ഉണ്ടായിരിക്കുന്നത്. അത് മറ്റ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഭരണം, രാഷ്ട്രഭരണം ഇതൊന്നും അല്ല. മനുഷ്യന്റെ ഈ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഏജൻസിയാണ് ഗവൺമെന്റ് എന്നുള്ളതാണ് ഇവരുടെ ഒരു വാദം. ഇനി മനുഷ്യാവകാശങ്ങളുടെ സാർവത്രികതയെ, അതായത് യൂണിവേഴ്സാലിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ ഇവർ വളരെ ശക്തമായിട്ട് ലോകത്തിന്റെ ഏത് കോണിലുള്ള മനുഷ്യർക്കും മനുഷ്യാവകാശം ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിനുള്ള അർഹതയുണ്ട് എന്നത് തന്നെയാണ് ഇവര് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ലീഗൽ അല്ലെങ്കിൽ പോസിറ്റീവ് തിയറി ഓഫ് റൈറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിന് നിയമപരമായിട്ട് ലഭിക്കുന്ന അവകാശമാണ് എന്ന അർത്ഥത്തിലാണ് ഇവര് നിയമത്തെ ഹ്യൂമൻ റൈറ്റ്സിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് അവകാശങ്ങള് നിയമം മൂലം അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ അവ അവകാശങ്ങളാകുന്നുള്ളൂ എന്നുള്ളതാണ്. നിയമമില്ലെങ്കിൽ അവകാശവുമില്ല എന്നുള്ളത്. നമ്മുടെ ഒരു ചില അവകാശവാദങ്ങൾ അല്ലെ, നമുക്ക് അതിനെ അവകാശവാദങ്ങൾ എന്ന് പറയാം, ക്ലെയിംസ് എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മളുടെ അവകാശവാദങ്ങൾ അഥവാ ക്ലെയിംസ് അവകാശമായി മാറുന്നത് അതിന് ലീഗൽ സാങ്ഷൻ ലഭിക്കുന്നതോട് കൂടിയാണ്. സിമ്പിളാണ്, മനസ്സിലായല്ലോ. അപ്പോ ഒരു ക്ലെയിംസ് റൈറ്റ് ആയി മാറുന്നത് എങ്ങനെയാണ്? അതിന് ലീഗൽ സാങ്ഷൻ ലഭിക്കുന്നതോട് കൂടിയാണ് എന്നുള്ളതാണ് ഇവരുടെ ആശയം. ഇതിന്റെ പ്രധാന വക്താക്കൾ എന്ന് പറയുന്നത് ജെർമി ബന്താമും ജോൺ ഓസ്റ്റിനും ഒക്കെയാണ്. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ധാരാളം കേട്ടിട്ടുള്ള പേരുകളാണ്. അപ്പൊ ബന്താമിന്റെയും ഓസ്റ്റിന്റെയും ഒക്കെ ആശയമാണ് ഈ ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രധാന ആശയം സ്റ്റേറ്റ് അഥവാ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിയമത്തെയാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ അവകാശങ്ങളുടെ ഉറവിടമാണ്. എന്ന് വെച്ചാൽ നിയമങ്ങൾ എന്ന് പറയുന്നത് അവകാശങ്ങളുടെ ഉറവിടമാണ്. അവകാശം എന്ന് പറഞ്ഞാല് നിയമം അംഗീകരിച്ച അവകാശവാദം എന്ന് വെച്ചാൽ നാച്ചുറൽ റൈറ്റ്സ് ആർ നോൺസെൻസ് അപ്പോൺ സ്റ്റിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബന്താമിന്റെ ഒരു വിലയിരുത്തലാണ്. ഇനി പ്രായോഗികവും അതുപോലെ വ്യക്തവുമായിട്ടുള്ള മറ്റൊരു സമീപനമുണ്ട്. സർക്കാർ അനീതിയാണെങ്കിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. അതായത് സർക്കാരിന്റെ സമീപനത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് നീതി അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തം. ഇനി മറ്റൊന്നാണ് യൂട്ടിലിറ്റേറിയൻ തിയറി ഓഫ് റൈറ്റ്സ്. യൂട്ടിലിറ്റേറിയൻ തിയറി എന്ന് പറയുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ്, നമുക്കറിയാം അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ വാദം. ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ടു ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം. ജെർമി ബന്താമും അതുപോലെ ജെഎസ് മില്ലും ഒക്കെയാണ്, ജോൺ സ്റ്റുവർട്ട് മില്ല്, ജെഎസ് മില്ലും ഒക്കെയാണ് ഇതിന്റെ വക്താക്കൾ. ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അവകാശം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ആകെ ഉള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വ്യക്തിഗത അവകാശങ്ങൾ പൊതു താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടും. സന്തോഷം എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട
മാനദണ്ഡം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വാദമാണ്. എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യം പലപ്പോഴും പൊതു താല്പര്യത്തിന് കീഴ്പ്പെട്ടേക്കാം എന്നും ഇവര് അംഗീകരിക്കുന്നുണ്ട്. ഇനി സാമൂഹ്യ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മറ്റ് ആശയങ്ങൾ, അതായത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് ഹനിക്കുന്ന രീതിയിലുള്ള അവകാശങ്ങൾ പാടില്ല എന്നൊക്കെ തന്നെ ഇവര് അംഗീകരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ആശയം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് സിദ്ധാന്തമാണ്. മാർക്സിസ്റ്റ് തിയറി ഓഫ് റൈറ്റ് ആണ്. ഇവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ ഒരു ബൂർഷ സമൂഹത്തിന്റെ ഉൽപ്പന്നമാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള സമത്വമില്ലാതെ യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ഫലപ്രദമാകില്ല. അപ്പൊ സമത്വം, ഒരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റി, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആവുക എന്നുള്ളതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ഒക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വക്താക്കള്. അപ്പൊ ഇതിന്റെ മുഖ്യമായിട്ടുള്ള ആശയങ്ങൾ, നിയമാവകാശങ്ങൾ സമ്പന്നർക്ക് അനുകൂലമായിട്ട് അവര് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവകാശങ്ങളാണ്. അപ്പൊ അത്തരം റൈറ്റ് എന്ന് പറയുന്നത് ഒരു സമത്വപൂർണമായിട്ട് അല്ലെങ്കിൽ നീതിപൂർണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കപ്പെടില്ല, ഉണ്ടാക്കപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സാമ്പത്തിക സമത്വമില്ലാതെ ഒരിക്കലും നമുക്ക് സ്വാതന്ത്ര്യം ഒരു അർത്ഥവത്താകില്ല. അപ്പോൾ സാമ്പത്തിക സമത്വത്തിലൂടെ മാത്രമേ അവകാശങ്ങള് ശരിയായ രീതിയിൽ അവകാശങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നതായിരുന്നു ഇവരുടെ വാദം. അപ്പോ ഇനി സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളെ ഇവര് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മനുഷ്യാവകാശം അനുഭവിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് മാർക്സിസ്റ്റ് അപ്രോച്ച്. ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ പഠിച്ചത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ചില അപ്രോച്ചുകളാണ് ഇവിടെ പഠിച്ചത്. താങ്ക് യു.